രാജനൈതികതയ്ക്ക് രാമായണം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു ഭരണാധികാരി എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് നമുക്ക് പലതരത്തിലുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികളെ നമുക്കറിയാം. ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളെ നമ്മൾ പരിശോധിച്ചാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഭരണാധികാരികളിൽ ആരെങ്കിലും രാഷ്ട്ര സ്നേഹത്തിനോ രാഷ്ട്ര സേവനത്തിനോ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്കോ ഒക്കെ തയ്യാറാകുന്നവരുണ്ടാകും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഭരണാധികാരികളും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്നതാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപവാദങ്ങൾ തീർച്ചയായും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം മുഴുവൻ അങ്ങനെയാണ് എന്ന അഭിപ്രായവുമില്ല. എന്നാൽ രാമായണത്തിലെ രാഷ്ട്രത്തോടുള്ള ഒരു ഭരണാധികാരിയുടെ സ്നേഹത്തിന്, ആ രാഷ്ട്രത്തെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്, ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ആരോപണങ്ങൾ, ജനങ്ങൾക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതുപോലും പരിഹരിക്കാൻ എന്താണ് മാർഗം? ഒരുപക്ഷെ രാമായണ കഥകളിൽ ഏറ്റവും അധികം ശ്രീരാമചന്ദ്രൻ വിമർശിക്കപ്പെടുന്നത് സീതാദേവിയെ ഉപേക്ഷിച്ചു എന്ന പേരിലാണ്. സീതാദേവിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രജകൾക്കിടയിലുണ്ടായ കുഞ്ഞു ധാരണ പെശകുകൾ പോലും ഒരു ഭരണാധികാരി എത്രമാത്രം ശുദ്ധനായിരിക്കണം, എത്രമാത്രം സത്യസന്ധനായിരിക്കണം, എത്രമാത്രം വിമർശനത്തിന് നെല്ലിട പോലും വിമർശനത്തിന് ഇട കൊടുക്കാത്തയാളായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഏതെങ്കിലും കോണിൽ നിന്നുണ്ടായാൽ ആ സ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആരോപണങ്ങളുടെ കൂരമ്പുകളും ആരോപണങ്ങളുടെ പരമ്പരകളും ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും യാതൊരു വിധമായ സങ്കോചവും കൂടാതെ നിലനിൽക്കുന്ന ഭരണാധികാരികൾ ലോകത്ത് പലയിടത്തും നിലനിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ചെറിയൊരു പരാമർശത്തിന്റെ പുറത്ത് പോലും സ്വന്തം ഭാര്യയെ ത്യജിക്കുവാൻ സീതാദേവിയെ അദ്ദേഹം സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ തന്നോടൊപ്പമുള്ള സീതാദേവിയുടെ വാസം സീതാദേവിയെ പോലും ത്യജിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സന്ദർഭം, ഒരു ഭരണാധികാരിയുടെ, ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ, ഒരു നേതാവിന്റെ ഗുണം എന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനാണ് അദ്ദേഹം ഈ ഒരു ഭാഗം രാമായണത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ രാമായണത്തിലെ ഈ ഒരു ധന്യമായ സംസ്കാരത്തെ, ഈ ധന്യമായ സന്ദേശത്തെ നമ്മളുടെ ഭരണാധികാരികൾ ഒരു പരിധി വരെയെങ്കിലും ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുമ്പോൾ അവയെല്ലാം ഒരാരോപണത്തെ മറ്റൊരു പ്രത്യാരോപണത്തിലൂടെ നേരിടുന്നതിന് പകരം തനിക്ക് നേരെ വരുന്ന വസ്തുതകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കാനെങ്കിലും ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികൾ തയ്യാറായാൽ എത്രയോ ആശ്വാസമായിരുന്നു. ശ്രീരാമചന്ദ്രന്റെ അത്രമാത്രം സംശുദ്ധമായ രീതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് സാധ്യമാണ് എന്ന് നമുക്ക് അഭിപ്രായവുമില്ല. ആധുനിക കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ പൂർണ്ണമായും ഒരു തരത്തിലുള്ള ആരോപണവും ഉണ്ടാകാതെ ഒരാൾക്കും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ തനിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം അവയെ സത്യസന്ധമായി മനസ്സിലാക്കി ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു ഭരണാധികാരിയായി മാറുവാൻ സാധിച്ചാൽ തീർച്ചയായും അത് വലിയ കാര്യമാണ്. രാമായണത്തിലെ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു നായകൻ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രത്യേകതകൾ എന്താകണമെന്ന്, എത്രമാത്രം നിഷ്പക്ഷനും നീതിമാനുമാകണമെന്ന് രാമായണത്തിലെ ഈ ഒരു സന്ദർഭം ശ്രീരാമചന്ദ്രൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.